കോർണർ. നമ്മൾ NCERT എക്കണോമിക്സിൽ നിന്ന് PSC പരീക്ഷയിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏത്? ഓപ്ഷൻ എ SBI, ഓപ്ഷൻ ബി നബാർഡ്, ഓപ്ഷൻ സി RBI, ഓപ്ഷൻ ഡി LIC. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 ഏപ്രിൽ 1 സ്ഥാപിതമായത്. രാജ്യത്തിലെ നാണയ വിതരണ നിയന്ത്രണം, ബാങ്കിംഗ് സംവിധാനത്തിൻ്റെ മേൽനോട്ടം, ധനനയം, മോണിറ്ററി പോളിസി രൂപീകരണം എന്നിവ RBIയുടെ പ്രധാന ചുമതലകളാണ്. അതിനാലാണ് RBIയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് വിളിക്കുന്നത്. വേണമെങ്കിൽ RBIയുടെ പ്രധാന ചുമതലകൾ ഏതെല്ലാം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. മനുഷ്യ മൂലധനം, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന ആശയം പ്രധാനമായും ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ പ്രകൃതി വിഭവങ്ങൾ, ഓപ്ഷൻ ബി മനുഷ്യരുടെ വിദ്യാഭ്യാസവും കഴിവുകളും, ഓപ്ഷൻ സി യന്ത്രങ്ങളും ഫാക്ടറികളും, ഓപ്ഷൻ ഡി ബാങ്ക് നിക്ഷേപങ്ങൾ. മനുഷ്യരുടെ വിദ്യാഭ്യാസവും കഴിവുകളും. മനുഷ്യരുടെ വിദ്യാഭ്യാസം, പരിശീലനം, ആരോഗ്യനില, തൊഴിൽ നൈപുണ്യം എന്നിവയെല്ലാം ചേർന്നതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ. സാമ്പത്തിക വളർച്ചയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇത് നിർണായകമാണെന്ന് ഓർത്തുവെക്കുക. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നത് എന്ത്? ഓപ്ഷൻ എ പൊതുമേഖല മാത്രം, ഓപ്ഷൻ ബി സ്വകാര്യ മേഖല മാത്രം, ഓപ്ഷൻ സി കൃഷി മാത്രം, ഓപ്ഷൻ ഡി പൊതുമേഖലയും സ്വകാര്യ മേഖലയും ചേർന്നത്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും ചേർന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കണോമി എന്നത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ പ്രവർത്തിക്കുന്ന സാമ്പത്തിക സംവിധാനമാണ്. ഈ വ്യവസ്ഥയിൽ സർക്കാർ പ്രധാന മേഖലകളായ റെയിൽവേ, പ്രതിരോധം, ബാങ്കിംഗ് തുടങ്ങിയവ നിയന്ത്രിക്കുമ്പോൾ സ്വകാര്യ മേഖല വ്യാപാരം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അതായത് സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും ഗുണങ്ങൾ ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യ ഇതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം വന്ന സ്ഥാപനം ഏത്? ഓപ്ഷൻ എ ഫിനാൻസ് കമ്മീഷൻ, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി നീതി ആയോഗ്, ഓപ്ഷൻ ഡി സെബി. നീതി ആയോഗ്. 2015 ജനുവരി 1 കേന്ദ്ര സർക്കാർ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടിട്ടാണ് നീതി ആയോഗ് സ്ഥാപിച്ചത്. സഹകരണ ഫെഡറലിസം, നയരൂപീകരണം, സംസ്ഥാനങ്ങളുമായി സഹകരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ഇത് രൂപീകരിച്ചത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ വർഗീസ് കുര്യൻ, ഓപ്ഷൻ ബി MS സ്വാമിനാഥൻ, ഓപ്ഷൻ സി അമർത്യ സെൻ, ഓപ്ഷൻ ഡി ഗാന്ധിജി. MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഉയർന്ന വിളവുള്ള വിത്തുകൾ, രാസവളങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഇദ്ദേഹം വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. വെള്ള വിപ്ലവം ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പാലുൽപാദനം, ഓപ്ഷൻ ബി മത്സ്യബന്ധനം, ഓപ്ഷൻ സി ഗോതമ്പ്, ഓപ്ഷൻ ഡി ഇരുമ്പ്. പാൽ ഉൽപാദനം. ഇന്ത്യയിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് രാജ്യത്തെ ലോകത്തിലെ പ്രധാന പാലുൽപാദക രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റിയ പ്രസ്ഥാനമാണ് വൈറ്റ് റവല്യൂഷൻ എന്ന് ഓർത്തുവെക്കുക. ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയിലൂടെയാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത്. വർഗീസ് കുര്യനെ ഇന്ത്യയുടെ വെള്ള വിപ്ലവത്തിൻ്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ പറഞ്ഞതെല്ലാം സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 2016, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2017, ഓപ്ഷൻ ഡി 2018.
2017 ജൂലൈ 1-നാണ് GST ഇന്ത്യയിൽ നിലവിൽ വന്നത്. രാജ്യത്തെ വിവിധ പരോക്ഷ നികുതികളെ ഏകീകരിച്ച് ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തോടെയാണ് GST നടപ്പിലാക്കിയതെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ജനുവരി 1, ഓപ്ഷൻ ബി മാർച്ച് 1, ഓപ്ഷൻ സി ഏപ്രിൽ 1, ഓപ്ഷൻ ഡി ജൂലൈ 1. ഏപ്രിൽ 1. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെ നീളുന്നു. സർക്കാർ ബജറ്റ്, വരുമാനം, ചെലവ്, നികുതി കണക്കുകൾ എന്നിവ ഈ കാലയളവിലെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കുന്നത്. നബാർഡ് സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻ എ 1982, ഓപ്ഷൻ ബി 1949, ഓപ്ഷൻ സി 1951, ഓപ്ഷൻ ഡി 1991. 1982. 1982 ജൂലൈ 12-നാണ് നബാർഡ് സ്ഥാപിതമായത്. നബാർഡിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഇതെന്താണെന്നുള്ളത്. കാർഷിക മേഖലയുടെയും ഗ്രാമവികസനത്തിൻ്റെയും ധനസഹായത്തിനായിട്ടാണ് ഈ ബാങ്ക് രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നബാർഡ് നിർണായക പങ്ക് വഹിക്കുന്നത് ഏതിലൊക്കെ? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും കാർഷിക വായ്പാ സംവിധാനത്തിനുമാണ് നബാർഡ് നിർണായക പങ്ക് വഹിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ കാൾ മാർക്സ്, ഓപ്ഷൻ ബി ആഡം സ്മിത്ത്, ഓപ്ഷൻ സി മാർഷൽ, ഓപ്ഷൻ ഡി കെയ്ൻസ്. ആഡം സ്മിത്ത് 1776 പ്രസിദ്ധീകരിച്ച ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത്. സ്വതന്ത്ര വിപണി, ഫ്രീ മാർക്കറ്റ്, തൊഴിൽ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ തുടങ്ങിയ ആശയങ്ങൾ അവതരിപ്പിച്ചതിനാലാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. സെബിയുടെ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ എ സ്മോൾ എക്സ്ചേഞ്ച് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി സ്റ്റേറ്റ് എക്കണോമിക് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി സോഷ്യൽ എക്കണോമിക് ബ്യൂറോ ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ് സെബിയുടെ പൂർണ്ണരൂപം. 1988-ലാണ് സെബി രൂപീകരിക്കപ്പെട്ടത് എങ്കിലും 1992-ലാണ് നിയമപരമായ അധികാരം നേടിയത്. ഇന്ത്യയിൽ LPG സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1991, ഓപ്ഷൻ സി 2000, ഓപ്ഷൻ ഡി 1975. 1991. LPGയുടെ ഫുൾ ഫോം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. 1991 പ്രധാനമന്ത്രി PV നരസിംഹറാവുയുടെയും ധനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യ പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. LPGയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കലും സ്വകാര്യവൽക്കരണം, വ്യാപാര നിയന്ത്രണങ്ങൾ കുറക്കൽ. ആഡം സ്മിത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥം ഏത്? ഓപ്ഷൻ എ ജനറൽ തിയറി, ഓപ്ഷൻ ബി വെൽത്ത് ഓഫ് നേഷൻസ്, ഓപ്ഷൻ സി ദാസ് ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് വെൽഫെയർ. വെൽത്ത് ഓഫ് നേഷൻസ്. 1776 പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണനാമം ആൻ ഇൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ്. GDP എന്നതിൻ്റെ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ എ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഓപ്ഷൻ ബി ജനറൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഓപ്ഷൻ സി ഗ്രോസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ, ഓപ്ഷൻ ഡി ഗ്ലോബൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്.
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് GDP. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പവും അളക്കാനായിട്ടാണ് GDP പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ചു കേട്ടവർക്ക് ഇത് പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ കഴിയും, കാരണം നമ്മൾ ഇത് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ഫ്ലഡ് ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ മത്സ്യം, ഓപ്ഷൻ ബി പാൽ, ഓപ്ഷൻ സി അരി, ഓപ്ഷൻ ഡി ഗോതമ്പ്. പാൽ. ഓൾറെഡി ഇതിൻ്റെ വിശദീകരണം അവിടെ പറഞ്ഞതുകൊണ്ട് ഇവിടെ പറയുന്നില്ല, അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഇന്ത്യയിലെ ആദ്യ 5 വർഷ പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1956, ഓപ്ഷൻ ബി 1947, ഓപ്ഷൻ സി 1951, ഓപ്ഷൻ ഡി 1961. (1951) 1951 ഏപ്രിൽ 1 ഇന്ത്യയിൽ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. കാർഷിക മേഖല, ജലസേചനം, വൈദ്യുതി ഉൽപാദനം എന്നിവയുടെ വികസനത്തിനാണ് പ്രധാന മുൻഗണന നൽകിയിരുന്നത്. ബ്ലൂ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പാല്, ഓപ്ഷൻ ബി മത്സ്യം, ഓപ്ഷൻ സി ഗോതമ്പ്, ഓപ്ഷൻ ഡി പരുത്തി. മത്സ്യം. ബ്ലൂ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിലെ മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ജലസമ്പത്ത് വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഓർക്കാൻ സുഖമാണല്ലോ, ബ്ലൂ റവല്യൂഷൻ. ബ്ലൂ എന്ന് കേൾക്കുമ്പോൾ വെള്ളവും കടലും ഓർക്കുക, വെള്ളത്തിലും കടലിലും എന്താ ഉള്ളത്? മത്സ്യം. അപ്പോൾ ബ്ലൂ റവല്യൂഷൻ മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യനിൽ ചർച്ച ചെയ്തൊരു ചോദ്യമാണ്. മിക്സഡ് എക്കണോമിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ക്യൂബ. ഇന്ത്യ. ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ GST, ഓപ്ഷൻ ബി കസ്റ്റംസ് ഡ്യൂട്ടി, ഓപ്ഷൻ സി ഇൻകം ടാക്സ്, ഓപ്ഷൻ ഡി എക്സൈസ് ഡ്യൂട്ടി. ഇൻകം ടാക്സ്, വരുമാന നികുതി. ഇന്ത്യയുടെ രൂപ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ എ രാജീവ് ഗാന്ധി, ഓപ്ഷൻ ബി ഉദയ് കുമാർ, ഓപ്ഷൻ സി അമർത്യ സെൻ, ഓപ്ഷൻ ഡി മൻമോഹൻ സിംഗ്. ഉദയ് കുമാർ 2010 ഇന്ത്യയുടെ ഔദ്യോഗിക രൂപ ചിഹ്നമായി സ്വീകരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖല ഏത്? ഓപ്ഷൻ എ സേവന മേഖല, ഓപ്ഷൻ ബി വ്യവസായ മേഖല, ഓപ്ഷൻ സി കാർഷിക മേഖല, ഓപ്ഷൻ ഡി ബാങ്കിംഗ് മേഖല. കാർഷിക മേഖല. ഇന്ത്യയിലെ ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം കൃഷിയെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതിനാൽ തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതൽ നൽകുന്ന മേഖല കാർഷിക മേഖലയാണ്. അവസര ചെലവ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി ഫ്രെഡറിക് വോൺ വീസർ, ഓപ്ഷൻ സി മാർഷൽ, ഓപ്ഷൻ ഡി കെയ്ൻസ്. ഫ്രെഡറിക് വോൺ വീസർ. അവസരച്ചെലവ് എന്താണെന്നറിയാത്തവർക്കായി, ഒരു തിരഞ്ഞെടുപ്പിനായി മറ്റൊരു മികച്ച സാധ്യത ഉപേക്ഷിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന മൂല്യമാണ് അവസരച്ചെലവ്. ഈ ആശയം ഓസ്ട്രിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഫ്രെഡറിക് വോൺ വീസർ ആണ് ആദ്യമായി അവതരിപ്പിച്ചത്. ചിലർക്കെങ്കിലും സംശയം തോന്നാം ലയണൽ റോബിൻസല്ലേ ഉത്തരമെന്ന്. ഫ്രെഡറിക് വോൺ വീസർ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന ആശയം സാമ്പത്തിക ശാസ്ത്രത്തിൽ അവതരിപ്പിച്ചത്. എന്നാൽ
ലയണൽ റോബിൻസ് വിഭവങ്ങളുടെ അപര്യാപ്തതയും തിരഞ്ഞെടുപ്പും അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ശാസ്ത്ര നിവൃത്തിയിലൂടെ ഈ ആശയത്തെ കൂടുതൽ പ്രചാരത്തിലാക്കി. ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഫ്രെഡറിക് വോൺ വീസർ ആണ്. ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ബി ആർ.കെ. ഷൺമുഖം ഷെട്ടി, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി സി.ഡി. ദേശ്മുഖ്. ആർ.കെ. ഷൺമുഖം ഷെട്ടി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കേന്ദ്ര ബജറ്റ് 1947 നവംബർ 26-നാണ് ആദ്യ ധനമന്ത്രിയായ ആർ.കെ. ഷൺമുഖം ഷെട്ടി അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ബാങ്ക് ദേശീയവൽക്കരണം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1949, ഓപ്ഷൻ ബി 1951, ഓപ്ഷൻ ബി 1969, ഓപ്ഷൻ ഡി 1991. 1969. 1969 ജൂലൈ 19 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ 14 പ്രധാന വാണിജ്യ ബാങ്കുകളാണ് ദേശീയവൽക്കരിച്ചത്. രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കുകയും സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിലവിലില്ല. അതിനു പകരം നീതി ആയോഗാണ് പ്രവർത്തിക്കുന്നത്. നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അതിന്റെ ആദ്യ ചെയർമാനായി. 2015 പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ട് നീതി ആയോഗ് സ്ഥാപിച്ചു. നിലവിലെ നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. ഈ മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴാണ് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞവർക്ക് ഒരു സർക്കാർ ജോലി വാങ്ങി മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കൂ. ഇതുവരെ പഠിച്ചില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. ഇന്നു മുതൽ തുടങ്ങൂ. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ വെച്ച് തുടങ്ങൂ. ഇന്ന് മുതൽ തുടങ്ങിയാൽ മതി. ഇനിയുള്ള ദിവസമെങ്കിലും നന്നായിട്ട് പഠിച്ചാൽ നമ്മൾക്കൊരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.